നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രം 1202 ആണ്ട് ചിങ്ങം മുതൽ 1203 ആണ്ട് ചിങ്ങം വരെയുള്ള ചിങ്ങക്കൂറിലും കന്നിക്കൂറിലും ഉൾപ്പെടുന്ന ഉത്രം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വർഷഫലമാണ് പറയുന്നത്. 1202 ചിങ്ങമാസം മുതൽ 1203 ചിങ്ങമാസം വരെയുള്ള കാലയളവിൽ ഉത്രം നക്ഷത്രക്കാർക്ക് മൊത്തത്തിൽ അനുകൂലവും ഉന്മേഷദായകവുമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സൂര്യന്റെ ആധിപത്യമുള്ള നക്ഷത്രമായതിനാൽ നേതൃത്വ പാടവവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഔദ്യോഗിക രംഗത്ത് പുരോഗതിയും സാമ്പത്തികമായി നേട്ടങ്ങളും ഉണ്ടാകും. എങ്കിലും ആരോഗ്യ കാര്യങ്ങളിലും സംസാരത്തിലും നിയന്ത്രണം അനിവാര്യമാണ്. ഇനി കാലയളവ് തിരിച്ചുള്ള ഗുണവും ദോഷങ്ങളുമാണ് പറയുന്നത്. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ, അതായത് വർഷാരംഭത്തിൽ ആത്മവിശ്വാസവും പ്രവൃത്തികളിൽ കാര്യക്ഷമതയും വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനും അംഗീകാരത്തിനും അനുകൂലമായ സാഹചര്യമുണ്ടാകും. തീർപ്പാക്കാതെ കിടന്ന പല സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച വിജയവും ശ്രദ്ധയും നേടാൻ സാധിക്കും. ഭാഗ്യദായകമായ ഭാഗ്യക്കുറിയിൽ നിന്ന് പോലും വലിയ തുക ലഭിക്കുന്നതിനുള്ള ഭാഗ്യം വന്നു ചേരും. ദോഷഫലങ്ങൾ എന്ന് പറയുന്നത്, അതായത് ചിങ്ങം, കന്നി, തുലാം മാസത്തിലെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണരോഗങ്ങൾ, തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ അനാവശ്യമായ ദേഷ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. നിഷ്പക്ഷമായും സൗമ്യമായും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും അനുകൂലമായ മാറ്റങ്ങൾ പ്രകടമാകും. അതുപോലെ തന്നെ വ്യാപാര വ്യവസായ മേഖലകളിൽ ലാഭവും വിപുലീകരണവും ഉണ്ടാകും. ഭൂമി, വാഹനം എന്നിവ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമാകും. പ്രമുഖ വ്യക്തികളിൽ നിന്നും ആഗ്രഹിച്ച പിന്തുണ ലഭിക്കും. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിലെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽപരമായ അമിത അധ്വാനം മൂലമുള്ള ശാരീരിക തളർച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ യാത്രകൾ പ്രതീക്ഷിച്ച സമയം വൈകാൻ സാധ്യത കാണുന്നു. കുംഭം, മീനം, മേടം മാസങ്ങളിൽ കുടുംബത്തിൽ ശുഭ കാര്യങ്ങൾ നടക്കാനും സമാധാനമുണ്ടാകാനും യോഗമുണ്ട്. വിവാഹാലോചനകളിൽ തീരുമാനമാകാനും കുടുംബ സൗഖ്യം വർദ്ധിക്കാനും സാധ്യത കാണുന്നു. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും മികച്ച ആദായം ലഭിക്കും. ബിസിനസ് മേഖലയിലൊക്കെ വലിയ വളർച്ചയുണ്ടാകും. ധനപരമായ മേന്മ വന്നുചേരും. കുംഭം, മീനം, മേടം മാസങ്ങളിൽ വന്നുചേരുന്ന ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് ശത്രുക്കളുടെയോ എതിരാളികളുടെയോ നീക്കങ്ങൾക്കെതിരെ ജാഗ്രത വേണം. നിയമപരമായ കാര്യങ്ങളിൽ അനാവശ്യ ധൃതി കാണിക്കരുത്. സാമ്പത്തിക ഇടപാടുകളിൽ നിയമപരമായ രേഖകൾ ഉറപ്പാക്കണം. ഇടവം, മിഥുനം, കർക്കിടകം 1203 ആണ്ട് ചിങ്ങം വർഷാവസാനത്തിൽ കരിയറിലും ജീവിതത്തിലും സ്ഥിരതയും കാര്യവിജയവും തീർച്ചയായും ലഭിക്കും. തീർത്ഥാടനങ്ങൾക്കും ദൂരയാത്രകൾക്കും അവസരം വന്നുചേരും.
എല്ലാ രംഗത്തും ജോലി സ്ഥലത്ത് പോലും സ്വാധീനവും ബഹുമാനവും വർദ്ധിക്കും. അതുപോലെ തന്നെ ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ ഈ മാസങ്ങളിൽ വന്നു ചേരും. ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം മാസങ്ങളിലെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുന്നത് പിന്നീട് പ്രയാസമുണ്ടാക്കാം. ശ്രദ്ധിക്കുക. അല്പം ആഡംബര ചെലവുകൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. കയ്യിൽ നിന്നും ധാരാളം പണം നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകും. ആലോചിച്ചു മാത്രം വാഗ്ദാനങ്ങൾ നൽകുക, ആലോചിച്ച് പ്രവർത്തിക്കുക. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവിൽ വന്നു ചേരുന്ന ചില കാര്യങ്ങൾ കൂടി അറിയിക്കുകയാണ്. 2026 ഈ നാളുകാർക്ക് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാലമായിരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയപഥത്തിലെത്തിക്കുവാൻ കഴിയും. മേലധികാരികളുടെ പ്രശംസ നേടാൻ കഴിയും. കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമായി കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും. അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ട്. പൊതുരംഗത്ത് നേട്ടമുണ്ടാകും. കുടുംബ അന്തരീക്ഷം സമാധാനപരമായിരിക്കും. കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും. പണമിടപാടുകളിൽ ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ ധനനഷ്ടത്തിനിടയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗം കാണുന്നുണ്ട്. അയൽവാസിയുമായുള്ള ബന്ധം തകരാറിലാകാൻ സാധ്യത കാണുന്നു. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽ വിപുലപ്പെടുത്താൻ കഴിയുമെങ്കിലും അതിൽ നിന്നും വേണ്ടത്ര സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകം അത് ശ്രദ്ധിക്കണം. വാഗ്ദാനങ്ങൾ അനാവശ്യമായി നൽകരുതെന്നുള്ളതാണ്. വാഹന ഉപയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നാനാ തുറകളിലുള്ളവരുടെ സൗഹൃദം നേടിയെടുക്കുവാൻ കഴിയും. തൊഴിൽപരമായ തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമായി കാണുന്നു. വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സഹോദര ഗുണം കൂടും. അഗ്നിഭയം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കൾ മിത്രങ്ങളായി മാറും. ഭക്തി മാർഗങ്ങളിൽ അധിക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ബന്ധുജനങ്ങളിൽ നിന്നും ധനസഹായം ലഭിക്കുവാൻ ഇടയുണ്ട്. സന്താനങ്ങൾ മുഖേന പ്രശസ്തിയും ആദരവും ഉണ്ടാകും. പിതൃസ്വത്ത് കൈവശം വന്നുചേരും. ഭാര്യയുടെ അപ്രതീക്ഷിതമായ രോഗം മനക്ലേശത്തിന് കാരണമാകും. നിരാശാബോധം ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിക്കുകയില്ല എന്നുള്ളതാണ്. സമൂഹത്തിൽ മാന്യതയുണ്ടാകുവാൻ തീർച്ചയായും ഭാഗ്യമുണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വസ്തുനിഷ്ഠമായ അന്വേഷണം വ്യക്തമായ തീരുമാനത്തിന് വഴിയൊരുക്കും. വ്യാപാര മേഖലയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രശസ്തി കൂടുമെങ്കിലും അഹംഭാവം ഒഴിവാക്കണം. സഹപ്രവർത്തകരുടെ സേവനങ്ങളെ പ്രകീർത്തിക്കും. ജീവിതത്തിൽ പൊതുവെ സംതൃപ്തി ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥ ചിലപ്പോൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. യാത്രകൾ സന്തോഷകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടാകും. വളർച്ചയും ഉണ്ടാകും. സ്ത്രീകൾ മൂലം ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടമുണ്ടാകും. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കും. വിദേശ ജോലിക്ക് യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ വ്യക്തി ബന്ധങ്ങൾ നിലനിർത്താൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പ്രതീക്ഷിച്ചിരുന്ന ധനം വന്നുചേരും എന്നുള്ളത് ഉറപ്പാണ്. കോടതി കേസുകളിൽ വലിയ വിജയം പ്രതീക്ഷിക്കാം. എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അതൃപ്തിക്ക് ഇടയാകാൻ സാധ്യത കാണുന്നു. തീർച്ചയായിട്ടും നല്ല ഒരു കാലമാണ് 2026 ചിങ്ങമാസം മുതൽ 2027 ചിങ്ങമാസം വരെയുള്ള കാലം. ഉത്രം നക്ഷത്രക്കാരുടെ ഭാഗ്യദായകമായ കാലമാണിത്. ഉത്രം നാളിലെ ദോഷപരിഹാര മാർഗങ്ങൾ. ഉത്രം സൂര്യന്റെ നക്ഷത്രമായതിനാൽ നിത്യവും സൂര്യ നമസ്കാരം ചെയ്യുന്നതും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും സർവകാര്യ വിജയത്തിനും ആരോഗ്യത്തിനും ഉത്തമമാണ്. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര, കൂവളമാല എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നത്
വളരെ വളരെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. കന്നിക്കൂറിൽ വരുന്ന ഉത്തരഭാഗത്തുള്ളവർ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനഃശാന്തിയും ഐശ്വര്യവും തരുന്നതായിരിക്കും. തീർച്ചയായും എല്ലാ ഭാഗ്യങ്ങളും ഉത്തരം നക്ഷത്രക്കാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.